സംഭവിച്ചത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അത് സ്റ്റേഡിയത്തിൻ്റെ എന്തെങ്കിലും ഒരു സുരക്ഷാ പ്രശ്നമുള്ളതിൻ്റെ ഭാഗമല്ല. സ്റ്റേഡിയത്തിന് അങ്ങോട്ട് സുരക്ഷാ പ്രശ്നമില്ല. അഡീഷണലായിട്ട് ചെയ്ത ഈ പ്ലാറ്റ്ഫോമിന് ഒരു സ്റ്റേബിൾ ബാരിക്കേഡ് ഉണ്ടായിരുന്നില്ല. അതിന് പകരം റിബൺ ബാരിക്കേഡ് കൊടുത്തു. സ്ഥലവും കുറവായിരുന്നു. അങ്ങനെയാണ് സംഭവിച്ചത്. പക്ഷേ ഈ തരം കാര്യങ്ങൾ ഒഴിവാക്കണമെന്നുള്ള അതോറിറ്റിയുടെ സ്ഥായിയായിട്ടുള്ള സ്റ്റാൻഡിങ് പൊസിഷൻ കൊണ്ട് ഞങ്ങൾ എഗ്രിമെൻ്റ് അവരുമായിട്ട് വയ്ക്കുമ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഇതിനകത്ത്. ആ കരാർ നോക്കിയാൽ അതറിയാൻ പറ്റും. ആ കരാറിനകത്ത് വ്യക്തമായി തന്നെ എല്ലാ സെക്യൂരിറ്റിയും സുരക്ഷാ കാര്യങ്ങളും സേഫ്റ്റി കാര്യങ്ങളും അവരുടെ ഉത്തരവാദിത്തത്തിൽ നിർവഹിക്കണമെന്ന് പറഞ്ഞിരുന്നു. രേഖാമൂലം തയ്യാറാക്കിയുള്ള കരാറാണ്. അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മറ്റ് വിവിധ ഏജൻസികളുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, സേഫ്റ്റി ആസ്പെക്ട്സ്, ഫയർ, മറ്റ് സെക്യൂരിറ്റി കാര്യങ്ങൾ, ഇതെല്ലാം നോക്കേണ്ടത് അവരുടെ ചുമതലയാണ്. നമ്മൾ കരാറിൽ ഒപ്പുവെച്ചിരുന്നു. പക്ഷേ അത് പൂർണ്ണമായും പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് കാണുന്ന കാര്യം. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചൊരു അന്വേഷണം വയ്ക്കുന്നുണ്ട്. പക്ഷേ അന്വേഷണത്തിന് ഏറ്റവും ഉചിതമായ ഏജൻസി പോലീസാണ്. തന്നെയല്ല കോർപ്പറേഷൻ്റെയും ഫയറിൻ്റെയും എല്ലാം അംഗീകാരം എടുത്തിട്ടുണ്ടെന്നുള്ളത് വീണ്ടും സൂക്ഷ്മപരിശോധന നടത്തേണ്ടതുണ്ട്. അപ്പോൾ പോലീസിൻ്റെ പ്രാഥമികമായ നിരീക്ഷണങ്ങളും അതിൽ നിന്നുള്ള അവരുടെ ഇൻഫറൻസും വെച്ചിട്ട് അതുകൂടി കോർഡിനേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം GCDA സംബന്ധിച്ച് ഒരു പത്രക്കുറിപ്പ് ഇറക്കുന്നുണ്ട്. അതിൽ ഈ കരാറിൻ്റെ വിശദാംശങ്ങൾ ഞങ്ങൾ കോട്ട് ചെയ്യും. അതാണ് അത് സംബന്ധിച്ച് പറയാം. ഒന്ന്, ഈ അനുഭവം, ഈ പാഠം ഭാവിയിലേക്ക് നമുക്ക് പ്രയോജനപ്പെടുത്തത്തക്ക വിധത്തിൽ ആര് പരിപാടിക്ക് വരുമ്പോഴുള്ള സേഫ്റ്റി പ്രോട്ടോക്കോൾ ഒരിക്കൽ കൂടി നമുക്ക് പുതുക്കി കാലോചിതമാക്കി കർശനമാക്കി തീരുമാനിക്കേണ്ടതുണ്ട്. അത് ചെയ്യും ഞങ്ങൾ. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഈ സ്റ്റേഡിയം നമ്മുടെ അഭിമാനകരമായ ഒരു സ്ഥാപനമാണ്, അല്ലെങ്കിൽ ഒരു സംവിധാനമാണ്. അതിന് സുരക്ഷാ പിഴവുകളുണ്ട് എന്നുള്ളൊരു ചിന്ത നാട്ടിൽ പോകാൻ പാടില്ല. അത് ഇല്ലതായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, ഇതൊരു ഫുട്ബോളിന് മാത്രം ഉപയോഗിക്കുന്ന സ്റ്റേഡിയമാണ് ഇപ്പോൾ. അതല്ലാത്ത കാര്യങ്ങൾക്ക് ഈ സംവിധാനം ഉപയോഗപ്പെടുത്തണമോ വേണ്ടയോ എന്നുള്ള ആലോചിച്ചപ്പോൾ ഞങ്ങളത് ആകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫുട്ബോൾ ടർഫിന് പരിക്ക് വരാതിരിക്കുക എന്നുള്ളതാണ്. ഫുട്ബോൾ ടർഫിന് ദോഷം വന്നാൽ ISLൻ്റെ എല്ലാം പ്രോട്ടോക്കോൾ പ്രകാരം അവർ അതിനകത്ത് തെറ്റായ ഒരു രീതിയിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് വന്നാൽ പിന്നെ നമുക്ക് കളികൾ കിട്ടില്ല. ആ കാര്യത്തിൽ ഏറ്റവും നല്ല ജഡ്ജ്മെൻറ്റ് നടത്തി സമയാസമയങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് നമ്മുടെ ബ്ലാസ്റ്റേഴ്സാണ്. ഇപ്പോൾ അവരുടെ ഹോം ഗ്രൗണ്ടാണ്. അവരത് ഫലപ്രദമായി ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു പ്രശ്നം വരുന്നത്, ടർഫിലേക്ക് ഈ 10-12,000 കുട്ടികൾ വന്ന് ഒരു നടന പരിപാടി നടത്തുമ്പോൾ ടർഫിനെല്ലാം സംഭവിക്കുക എന്നുള്ളൊരു പ്രശ്നം വന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞത്, ടർഫിന് ദോഷം വരാത്ത ഒരു ടൈല് ലേ ചെയ്യുന്ന സംവിധാനമുണ്ട്. ട്രാൻസ്പെറൻറ്റ് ടൈല്. സൂര്യപ്രകാശം കടന്നു പോകുന്ന, ടർഫിന് ദോഷം വരാത്ത ആ ടൈലിടണമെങ്കിൽ ഇന്നത്തെ ചുറ്റുപാടിൽ 10-21 ലക്ഷം രൂപ വരും. അഹമ്മദാബാദിലെല്ലാം മൾട്ടി പർപ്പസിന് ഉപയോഗിക്കുന്ന അങ്ങനെയാണ്. അവരാദ്യം അത് സമ്മതിച്ചെങ്കിലും പിന്നീട് അവരൊന്ന് പറഞ്ഞു, അത്രയും ചിലവ് ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് ഞങ്ങൾ ടർഫിലേക്ക് കയറില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ഇന്നലെ കണ്ടു കാണും, ടർഫിലേക്ക് ആരും കയറിയിട്ടില്ല. ആ ടർഫ് എന്നുവെച്ചാൽ കളി നടക്കുന്ന പ്രധാന ഗ്രൗണ്ടിൻ്റെ അതിർത്തി കഴിഞ്ഞുള്ള പെറിഫറിയിലാണ് ഈ കുട്ടികൾ നിന്നിരുന്നത്. എല്ലാ പടങ്ങളിലും ഉണ്ടത്. അപ്പോൾ അങ്ങനെയാണ് അനുവാദം കൊടുത്തത്. ആ അനുവാദം കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ VIP പവിലിയൻ്റെ ഭാഗത്ത് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാകുമായിരുന്നില്ല. അവിടെ അഡീഷണലായിട്ടൊരു ഔട്ട്ഫിറ്റ് കൊണ്ടുവരുമ്പോൾ അത് വേണ്ടത്ര കരുതലില്ലാതെ ചെയ്തെന്ന് വേണം കണക്കാക്കാം. പക്ഷേ അതിൻ്റെ അഭിപ്രായം പറയേണ്ടത് ഞങ്ങളെക്കാൾ സേഫ്റ്റി സെക്യൂരിറ്റി അതോറിറ്റീസാണ്. അവരുടെ വരട്ടെ. ഞാൻ പറയുന്നത്, ഭാവിയിലും ഇത്തരം പരിപാടികൾ നമുക്ക് സംഘടിപ്പിക്കേണ്ടതായിട്ട് വരുമ്പോൾ ഈ അനുഭവം കൂടി വെച്ചുകൊണ്ട് സേഫ്റ്റി പ്രോട്ടോക്കോള് വളരെ പ്രധാനമായിട്ട് എടുക്കും. അതോറിറ്റി ഇതിൽ നിന്ന് മതിയായ ഒരു നിഗമനത്തിലെത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ പറയാനുള്ളത്. അത് ഞാൻ പോലീസിൻ്റെയും കൂടി റിപ്പോർട്ട് വരണം. കാരണം നമ്മൾ സേഫ്റ്റിയും സെക്യൂരിറ്റിയും അവരുടെ പൂർണ്ണ ഉത്തരവാദിത്തമാണെന്ന് കരാറിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനുവേണ്ടി ചെയ്യേണ്ട വിവിധ ഏജൻസികളെ കോർഡിനേറ്റ് ചെയ്യേണ്ട അവർ, കോർപ്പറേഷൻ, ഫയർ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, അത് അവർ വേണ്ടത്ര ചെയ്തോ ഇല്ലയോ എന്നുള്ളത് ഇല്ലയെന്ന് ഞാൻ തീർത്തിപ്പോൾ പറയുന്നില്ല. പക്ഷേ പരിശോധിച്ചിട്ട് വേണം. അതിൽ പരിശോധിക്കേണ്ട ഏജൻസി പോലീസ് തന്നെയാണ് പറയേണ്ടത്. ഞങ്ങൾ അവരോട് കോർഡിനേറ്റ് ചെയ്യും. ഇപ്പോൾ ഇത്ര പറയാം. ഇല്ല, ഞാനിപ്പോൾ പറയട്ടെ. ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങളുടെ പത്രക്കുറിപ്പിൽ അതെല്ലാം ഉണ്ട്. ഇപ്പോൾ ഒരു ഡിബേറ്റിൻ്റെ നമുക്ക് നിൽക്കേണ്ട കാര്യം അങ്ങനത്തെ അല്ല ഇഷ്യൂ. ഞാൻ പറഞ്ഞതിനകത്ത് എല്ലാം ഉണ്ട്. അതെന്തായാലും സഹകരിക്കണം. ഓക്കെ, പരാതിയെല്ലാം നടപടിയെടുക്കുമല്ലോ.
പിന്നെ ഞങ്ങൾ അവരെ നോട്ടീസ് കൊടുത്ത് വിളിക്കും. ഇതിനകത്ത് ഉത്തരം പറയേണ്ട ഭാഗത്തിൽ അവരെ കൊണ്ട് പറയിപ്പിക്കാനുള്ള ഒരു രീതി അതോറിറ്റി എടുക്കും. കാരണം ഒരുപാട് കാലം നിൽക്കേണ്ട ഒരു സംവിധാനമാണ്. അത് ചെയ്യും. ഒരു കാര്യം കൂടെ, കഴിഞ്ഞ ദിവസം GCD ഉദ്യോഗസ്ഥരോട് എത്തിയപ്പോൾ ഈ രണ്ടാമത്തെ സ്റ്റേജ് പണിയുന്നുണ്ടായിരുന്നു, അത് പാടില്ലാന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതടക്കം ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. നിരവധി എത്തിക്കാൻ മാത്രമാണെന്ന് അവർ പറഞ്ഞു. അങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറയുന്നത്. അതെ, അങ്ങനെ വശമുണ്ട്. വേറെ ഒരു പർപ്പസും ഇല്ല. ഒരാളുടെ പ്രസംഗം ഉണ്ടായിരുന്നില്ല, ആരും അതിനൊന്നും നിന്നിട്ടില്ല. അത് മാത്രമേ ചെയ്തുള്ളൂ. അത് കുറേ കൂടി സേഫായിട്ട് ചെയ്തു എന്ന് ഉറപ്പുവരുത്തേണ്ടത് നടന്നിട്ടില്ല എന്നുള്ള സംഭവം. നമുക്ക് ഇതിൽ കൂടുതൽ ഇതിനകത്തൊരു ഡിബേറ്റിന് സ്കോപ്പില്ല. നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ. കളി വരുമ്പോൾ വയ്ക്കും. പിന്നെ റെഗുലറായിട്ട് അങ്ങനെ വെക്കാൻ അവിടെ ആരും പോകില്ല. റെഗുലറായിട്ട് ആരും അങ്ങോട്ട് പോകില്ല. പോലീസ് പലതവണ GCD കത്ത് നൽകിയതാണെന്ന് പറയുന്നു. ക്യാമറ സ്ഥാപിക്കണം, പലതരം ക്യാമറ ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഈ ആളുകൾ 15,000 15,000 ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി നടക്കുന്ന സ്റ്റേഡിയത്തിൽ ക്യാമറകൾ വേണ്ടതല്ലേ? ഞാൻ ഉച്ചയ്ക്ക് ശേഷമുള്ള പത്രക്കുറിപ്പിൽ പരിശോധിച്ചതിന് ശേഷം കൂടി ചേർക്കാം. ഓക്കെ. ചെയർമാനെ, ഈ ടർഫിന്റെ അവസ്ഥ ഇപ്പോൾ നമുക്ക് കണ്ടറിയാം. നിറച്ച് പ്ലാസ്റ്റിക് കുപ്പികളും വേസ്റ്റും അടക്കം ഒരു പരിപാടി നടക്കുമ്പോൾ അതിൽ എല്ലാ ഭാഗത്തുനിന്നും വീഴ്ചയുണ്ടായിട്ടില്ല. അതിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാനുള്ള ഉത്തരവാദിത്വം അവർക്ക് ഉണ്ടെന്ന് കരാറിലുണ്ട്. അത് ബ്ലാസ്റ്റേഴ്സുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ഡാമേജ്. നമുക്ക് പിന്നെ കുട്ടികൾ 10-12,000 പേര് വന്നത് ടർഫിലേക്ക് കയറിയില്ലെങ്കിൽ അങ്ങോട്ട് കൂടെ ഒക്കെ പോയിട്ടുണ്ടാവും. പക്ഷേ കുറച്ചേ പോയിട്ടുണ്ടാവുള്ളൂ. മേജറായിട്ടുള്ള ലാപ്സസ് കാണുന്നില്ല. ഉണ്ടെങ്കിൽ അതിന് ഇവരെ കൊണ്ട് തന്നെ നമ്മൾ പണി. ടർഫിൽ കയറിയാണ് കളിച്ചിരിക്കുന്നത്. ടർഫിന്റെ ഒരു കുറച്ച് ഭാഗം നടുഭാഗം മാത്രമേ ഫ്രീ ആയി കിടന്നുള്ളൂ. ബാക്കി ചുറ്റുപാടും ടർഫ് എന്ന് പറയുമ്പോൾ പുട്ടുകടി ആകെയല്ല കയറാൻ പാടില്ല എന്ന് പറഞ്ഞത്. അകത്ത് കയറാൻ ഞങ്ങൾ കൊടുത്ത് ദിവ്യ ഉണ്ണിക്ക് മാത്രമാണ് കൊടുത്തത്. ഒരു സിംഗിൾ അത് കരാറിൽ വൃത്തിയായിട്ടുണ്ട്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പുൽത്തകയുടെ മെയിൻ പാർട്ട് കോർട്ട് കഴിഞ്ഞിട്ടുള്ള ഭാഗത്താണ് പിള്ളേരുടെ കുട്ടികൾ നിന്നത്. അവിടെ അവർക്ക് നിൽക്കാൻ പറ്റും. വേറെ സ്ഥലം പിന്നെ ഗ്യാലറിയിലേക്ക് കയറി നിൽക്കണം. അപ്പോൾ കളിക്കാൻ പറ്റില്ല. അതൊക്കെ നമ്മൾ ആലോചിച്ചിട്ട് ചെയ്തത്. ഈ ഒരു സംഭവം ഒഴിച്ചാൽ ഒരു തർക്കവും വരില്ലായിരുന്നു. ഈ ഒരു ഇഷ്യൂ ഇല്ലെങ്കിൽ ഇങ്ങനെ ഡിബേറ്റ് ഒന്നും നടക്കില്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആവശ്യമായ തിരുത്തലുകൾ ഫ്യൂച്ചറിൽ ചെയ്യും. അതായത് സ്റ്റേഡിയത്തിന്റെ പ്രശ്നമല്ല ഇപ്പോൾ പറഞ്ഞത്. സ്റ്റേഡിയത്തിന്റെ കൈവരി അടക്കം നല്ല സ്ട്രോങ് ആയ കൈവരിയായിരുന്നു. പക്ഷെ ആ കൈവരി മറികടന്ന് അതിന്റെ മുകളിലേക്ക് ഒരു സ്റ്റേജ് കിട്ടി. അതെ, അതാ ഞാൻ പറഞ്ഞത്. ഞാൻ വിശദീകരിച്ചത് അത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലം മുഴുവൻ പരിശോധിച്ചിട്ട് ഞങ്ങൾ റിപ്പോർട്ട് ഉണ്ടാക്കുന്നുണ്ട്. ദീർഘകാലത്തേക്ക് ഒരുപാട് റെക്ടിഫിക്കേഷൻ മെഷേഴ്സ് എടുക്കേണ്ടി വരും. ഇന്നത്തെ പത്രക്കുറിപ്പിൽ ഞങ്ങൾ പറയേണ്ട 3-4 പോയിന്റ് പറയും. ക്യാമറ ബ്ലാസ്റ്റേഴ്സിന്റെ വർക്കിംഗ് കണ്ടീഷൻ ആണോ പിന്നെ അതിന്റെ ഉടമസ്ഥാവകാശം ഇപ്പം ബ്ലാസ്റ്റേഴ്സിനാണ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ സാധാരണ പരിപാടികൾ ഇപ്പോൾ പുറത്തുനിന്നുള്ള ഞങ്ങൾ അതടക്കം റിവ്യൂ ചെയ്യുന്നുണ്ട്. അത് ഫുൾ ടൈം ഓൺ ആകും. ഫുൾ ടൈം വർക്കിംഗ് കണ്ടീഷൻ ആണ്. ഗ്രൗണ്ടിനകത്ത് വേണ്ടി വരില്ല. അകത്തേക്കാരും പോകില്ല. ഇവിടെ സെക്യൂരിറ്റി ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി നടന്ന സാഹചര്യത്തിൽ അത് ഓണാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? അതുണ്ട്. എനിക്ക് നോക്കിയിട്ട് വേണം പറയാം. ഞാൻ പറയാം, റിപ്പോർട്ടിൽ പറയാം. സ്റ്റേഡിയത്തിനകത്ത് തന്നെ ഒരു ആംബുലൻസ് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇങ്ങനെ അത് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. MLA താഴെ വീണപ്പോൾ പോലും ആളുകൾ സ്റ്റെപ്പ് ഇറങ്ങി MLA എടുത്തുകൊണ്ട് വന്നും പുറത്തു നിന്നാണ് ആംബുലൻസ് വിളിച്ച് പോയത്. ആ ഫ്യൂച്ചറിലേക്ക് നമുക്ക് നോക്കാം. കാരണം വണ്ടി അകത്ത് കയറ്റി ഗ്രൗണ്ടിലേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വലിയ ഡാമേജ് ഉണ്ടാവും. ഒരു വണ്ടിക്കായിട്ട് അനുവാദം കൊടുത്തുള്ളൂ, ആംബുലൻസ് മാത്രം. കാരവൻ ഉണ്ടായിരുന്നു. അത് പുറത്തല്ലേ? കാരവൻ ഞങ്ങളിപ്പോൾ വിട്ടിട്ടില്ല. കാരവൻ ടർഫ് കോർട്ടിനകത്തേക്ക് കയറിയോ? അല്ല, ഞാൻ മനസ്സിലാക്കിയത് അവർ കയറാൻ ശ്രമിച്ചു, അതിന്റെ പുറത്തിടണമെന്ന് നിർബന്ധിച്ച് മാറ്റി ആണല്ലേ? അങ്ങനെയാണെങ്കിൽ അത് തെറ്റാണ്. ശരി, ഗുഡ്. JCDA ചെയർമാൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു.